ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ. അപ്പോൾ ഇന്ന് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. 8 സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമായിട്ട് മാറിയിട്ടുണ്ട് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ വളരെ കോമൺ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പോഴും അത് സഫർ ചെയ്തുകൊണ്ടുണ്ടായിരിക്കുന്നുണ്ടാവാം, മരുന്ന് കഴിക്കുന്നുണ്ടാവാം, പീരീഡ്സ് ഇറഗുലാരിറ്റി ഉണ്ടാവാം. ഫിസിക്കൽ ഫീച്ചേഴ്സിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് വരുന്ന ഒരു അസുഖമാണ് അല്ലേ. സ്ത്രീകളെ സംബന്ധിച്ച് അവർ എക്സ്റ്റേണലി നമ്മളെ കാണാനിരിക്കുന്ന കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഞാനെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡിസീസിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അതാണ് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ ഇതിൻ്റെ ടേംസ് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. PMOS എന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് സാധാരണ ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ മെറ്റബോളിക് എന്ന് പറഞ്ഞ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സംതിങ് വിച്ച് ഇസ് ഹാമ്പറിങ് അവർ മെറ്റബോളിസം എന്ന് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മളെ മെറ്റബോളിക് ഡിസീസ് എന്ന് വെച്ചാൽ എന്താ എന്ന് ചിന്തിക്കുമ്പോൾ ഈ മെറ്റബോളിസം എന്താണ് എന്ന് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച സയൻസ് സ്റ്റുഡൻസ് ഒക്കെ കേട്ടുള്ളൊരു ടേമായിരിക്കും മെറ്റബോളിസം എന്നുള്ളത്. അപ്പോൾ ഇതിലെന്തോ ഒരു ഡിസോർഡർ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മെറ്റബോളിസം എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് ഇവിടെ പറയാം. ഇപ്പോൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം അതാണല്ലോ നമ്മുടെ ശരീരമായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ഈ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ കഴിക്കുന്ന ആഹാരങ്ങളെ വിഘടിച്ചിട്ട് ഒരുപാട് രാസപ്രവർത്തനങ്ങൾ, കെമിക്കൽ പ്രോസസ്സസ് ഇതിൻ്റെ ഉള്ളിൽ നടക്കും അല്ലേ. എന്നിട്ടാണ് നമ്മുടെ ശരീരം ബിൽഡപ്പ് ആവുന്നത്. അപ്പോൾ ഈ എൻ്റയർ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, മെറ്റബോളിസം എന്ന് പറയാൻ പറ്റും. 2 തരത്തിലാണ് ഈ പ്രക്രിയ നടക്കുന്നത്. കാറ്റബോളിസം, ആനബോളിസം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ വിഘടിച്ചിട്ട് അത് ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ്. പിന്നീട് ഈ ഊർജ്ജം ഉപയോഗിച്ചിട്ട് എന്താണ് പുതിയ കോശങ്ങളെ ഉണ്ടാക്കുന്നതും ആ കോശങ്ങളുടെ റിപ്പയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയ. അങ്ങനെ 2 പ്രക്രിയകളിലായിട്ടാണ് ഈ മെറ്റബോളിസം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ കഴിക്കുന്ന ആഹാരം. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ അസുഖം, അയ്യോ എനിക്കെന്താണ് ഇങ്ങനെ ഒരു അസുഖം വരാൻ കാരണം എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെയാണ് ഓൾമോസ്റ്റ് കാരണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിൽ നമ്മുടെ ആഹാരവിഹാരങ്ങൾ തെറ്റായിട്ട് വളരെ നാളുകളായിട്ട് നമ്മൾ റോങ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇതിപ്പോൾ ഇന്നൊരു തെറ്റായ കാര്യം ചെയ്തുകൊണ്ട് നാളെ ഡിസീസ് ഉണ്ടാവും എന്നുള്ളതല്ല പറയണത്. കുറേ നാളുകളായിട്ട് അഹിതമായിട്ടുള്ള ആഹാരവിഹാരങ്ങൾ നമ്മൾ കഴിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചേരാത്ത രീതിയിലുള്ള ആഹാരങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ കൃത്യമായിട്ടല്ലാതെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോം. അതിൻ്റെ സ്ഥാന സംശയം എന്ന് പറയും. രോഗം ഉണ്ടാവാനുള്ള ആ ഒരു സ്ഥലം, നമ്മുടെ ബോഡിയിൽ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് രോഗം ഉണ്ടാവാം അല്ലേ. അപ്പോൾ അവിടെ യൂട്രസ് സംബന്ധമായ ഭാഗങ്ങളിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ PCOD എന്ന് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ പറയുന്നത്. മനസ്സിലാവാൻ എളുപ്പത്തിലാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആഹാരം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള സ്റ്റുഡൻസ്, കുട്ടികൾ, പെൺകുട്ടികൾ, അതായത് ഈ അഡോളസെൻ്റ് കൗമാരപ്രായങ്ങളിലുള്ള പെൺകുട്ടികൾക്കൊക്കെ വളരെ കെയർഫുൾ ആവണം. കാരണം ഇപ്പോൾ നമുക്ക് ചുറ്റും ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ, ഞാൻ കുറ്റം പറയുന്നതല്ല, നമ്മൾ ചുറ്റും ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ആഹാരവിഹാരങ്ങളിലൊക്കെ ഉള്ള എന്താ പറയുക, ഒരു ചിട്ടയില്ലായ്മ. ഇതൊക്കെ പിന്നീട് നമ്മുടെ ഒരു 30 വയസ്സിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ കഴിക്കാൻ ലഘുവായിട്ടുള്ളതും പെട്ടെന്ന് ദഹിക്കുന്നതും ജലാംശം കൂടുതലുള്ളതും അധികം ഇങ്ങനെ ഒരുപാട് ഡ്രൈ ഫ്രൈ, ഡീപ്പ് ഫ്രൈ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഭയങ്കര എരിവും പുളി ഉപ്പുള്ളത്, ഇതൊക്കെ നിരന്തരം പാക്ക്ഡ് ഐറ്റംസ്, സോസുകൾ, ഈ കുർക്കുറെ, ലേസ് പോലത്തെ ബേക്കറി ഐറ്റംസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്നല്ല, ഒരു കുറച്ചൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കുന്ന പോലെ അല്ല. ഇത് തന്നെ ഒരു മെയിൻ ആഹാരമാക്കി നമ്മൾ മാറ്റുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, അതാണ് ഞാൻ ചേഞ്ച് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം പറയാം. അപ്പോൾ നമുക്ക് നാളെ എന്താ നമുക്ക് സംഭവിക്കുക നമുക്കറിയില്ല അല്ലേ. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരം ആകെ, നമുക്ക് ഈ ആരോഗ്യമുള്ള ശരീരവും മനസ്സൊക്കെ ഉണ്ടെങ്കിലേ നമുക്കിവിടെ ജീവിക്കണേൽ തന്നെ അർത്ഥമുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ, എത്ര ദുസ്സഹമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക്
ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഹെൽത്തിന് വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക അത് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന നല്ല റുട്ടീനൊക്കെ പാലിക്കുന്നവർക്ക് അസുഖം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യകാരണങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ബൃഹത്തായ വിഷയങ്ങളാണ്. അതൊന്നും ഇവിടെ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ പറയുന്നില്ല. വളരെ ഡെപ്തുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കാം, നമ്മൾ ചെയ്യുന്ന റുട്ടീൻസൊക്കെ കറക്റ്റാണോ, പരമാവധി നമ്മുടെ ലൈഫ് ആഹാരം വിഹാരം, അതായത് നമ്മുടെ ഡയറ്റ് ആൻഡ് റെജിമെൻ വളരെ പ്രോപ്പറാക്കാൻ എന്തൊക്കെ എഫേർട്ടാണോ നമുക്ക് ഇടാൻ പറ്റുക അത് നമ്മൾ ചെയ്യാം. നാളെ നമുക്ക് എന്താ വരിക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ബട്ട് ഇന്ന് നമ്മളത് പ്രോപ്പറാക്കാൻ ഓരോ നിമിഷം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എനിക്ക് തന്നെ ഒ പിയിൽ ഒരുപാട് കേസസ് വരാറുണ്ട്. അത്ര പ്രായമൊന്നും ഇല്ലാത്ത കുട്ടികളാണ്, പെൺകുട്ടികൾ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡയറ്റ്, അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവരുടെ കംപ്ലയിൻറ്റ് നമ്മളോട് പറയുമ്പോഴേ എനിക്ക് മനസ്സിലാവും അവരുടെ ഡയറ്റിൽ എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ കൂടുതൽ മരുന്ന് ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡയറ്റും എക്സസൈസും യോഗ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഇതുവരെ ചെയ്തിരുന്ന ലൈഫ് സ്റ്റൈലിന് ഡിഫറെൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയുള്ള ഇതുപോലെ ഭക്ഷണങ്ങളാണെങ്കിലും ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരത് ആസ് സച്ച് ഫോളോ ചെയ്യുമ്പോൾ എന്താ പറയുക, മാസങ്ങളായിട്ട് പീരീഡ് ഉണ്ടാവാതിരുന്നവർക്ക് വിത്തിൻ ഒരു 5 days 10 days ഒക്കെ ഒരു 1 week തന്നെ അവരത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മൾ കുറേ മരുന്ന് കഴിച്ചു, പ്രത്യേകിച്ച് ഇതിനെ നമ്മൾ ഗൂഗിളിലൊക്കെ ഈ അസുഖത്തെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണുക വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് പോലെ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് അതിനെ കറക്റ്റായിട്ട് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്ത് കറക്റ്റാക്കിയിട്ട് ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്തിട്ട് ഈ ഡിസീസ് നമുക്ക് ഇല്ലാണ്ട് വരാതെ കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ നല്ലൊരു ഗൈഡൻസോടുകൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, താങ്ക് യു.